എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എടുക്കാറില്ല. അത് ഞാനും കൂടി ആലോചിക്കും. ഓക്കെ, അത് കറക്റ്റാണോ അല്ലയോ, അല്ലെങ്കിൽ എനിക്കത് ഓക്കെ ആണോ എന്നുള്ളത്. അപ്പം അതും കൂടി ആലോചിച്ചിട്ട് എൻ്റെ ആദ്യത്തെ ഹാർട്ട് ബ്രേക്ക് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ആകെ 21 വയസ്സെങ്ങാണ്ട് ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത്. ഞാൻ പണ്ടൊക്കെ ആലോചിക്കായിരുന്നു ആൾക്കാർ അയ്യോ എന്ത് വിചാരിക്കുന്നൊക്കെ. ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളാരാണ്? ഐ വോണ്ട് ടു റെപ്രസെൻറ്റ് ദം. ലെറ്റ് മീ ബി. എപ്പോഴും ഹാപ്പിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പീസ്ഫുള്ളാണ്. എൻ്റെ അടുത്ത് എൻ്റെ മോള് ചോദിച്ചിട്ടുണ്ട് ഇപ്പം എന്തിനാ ഇങ്ങനെ കാലെല്ലാം കാണിക്കുന്ന ഡ്രസ്സ് എന്തിനാ ഇട്ടത്. ഒരു ആർഡന്റ് ഫാനാ എൻ്റെ. അതാ അവിടെ ഇരുന്ന് പറഞ്ഞു അവളാണ് അതൊക്കെ ചെയ്യേണ്ടത്. വിക്കിപീഡിയ ഒക്കെ അപ്ഡേറ്റ് ചെയ്യും. കണ്ണാളനെയോ എടാ കള്ള. ഗുംസുമ ഗുംസുമ ഗുപ്പച്ചപ്പ് ഗുംസുമ ഗുപ്പച്ചു ഗുംസുമ ഗുംസുമ ഗുപ്പച്ചപ്പ് ഗുംസുമ ഗുപ്പച്ചു സല 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 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1,00,000 രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. പ്രണയത്തിനെ കുറിച്ച് തന്നെയല്ലേ പറഞ്ഞത്. അപ്പം അതൊരു വലിയ ഒരു ഫീൽ ഉണ്ടായി എന്ന് എനിക്ക് വാക്കിൽ നിന്നും മുഖത്തിൽ നിന്നും എനിക്ക് വായിച്ച അങ്ങനെ ഒരു ഫീല് ഒന്ന് തുറന്ന് പറയാൻ കഴിയുമോ? എന്തിനാ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആണ്. പറയാൻ കഴിയുമെങ്കിൽ മാത്രമെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പറയാൻ കഴിയുമെങ്കിൽ മാത്രം. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ ചെറുപ്പത്തിൽ വളർന്ന് വന്നത് തന്നെ ഒരുപാട് അൺവർത്തിനെസ്സും കുറേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സസും ഉള്ള ഒരാളായിട്ടാണ്. എൻ്റെ ഉള്ളിൽ തന്നെ പല ഷെയിം ഉണ്ടായിരുന്നു. ഞാൻ പോരാ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കവെയാണ് ഞാൻ ഈ പല ഇഷ്ടങ്ങളും എനിക്കുണ്ടായതും. അപ്പം ഞാൻ എപ്പോഴും അവരെ ഒരു പെഡസ്റ്റലിൻ്റെ മുകളിൽ വെക്കും. ഞാൻ അവരെ കാട്ടി ആണ്, അവരെൻ്റെ ലൈഫിൽ നിന്ന് പോയാൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് എനിക്കെപ്പോഴും എൻ്റെ പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ആൾക്കാർ എൻ്റെ ലൈഫിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുണ്ട്. അത് വർഷങ്ങളെടുക്കും ഞാൻ റിവൈവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് തന്നെ. വർഷങ്ങളെടുക്കും. എൻ്റെ ആദ്യത്തെ ഹാർട്ട് ബ്രേക്ക് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ആകെ 21 വയസ്സെങ്ങാണ്ട് ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇങ്ങനെ ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണ്ടേന്ന് അറിയില്ല. ഡാഡി താഴെയുണ്ട്, ഡാഡി കേൾക്കാനും പറ്റില്ല. ഞാൻ അവസാനം പില്ലോയിലേക്ക് ഞാനിങ്ങനെ അമർത്തി വെച്ചിട്ടാണ് ഞാൻ അലറിക്കരയുന്നത്. അപ്പം ഇത് ആക്ച്വലി ഇതൊരു നല്ല ഇതാണെന്നാണ് പറയുന്നത്. നമ്മൾ ഭയങ്കര വിഷമത്തിലുള്ള സമയത്ത് പില്ലോയിലേക്ക് മുഖം പ്രസ് ചെയ്തിട്ട് അലറിക്കരയൽ ആക്ച്വലി ഒരു പ്രോസസ്സാണ്. നമ്മുടെ ആ ഹോൾ റേജ് നമുക്ക് എല്ലാം ഉണ്ടല്ലോ, ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും വരും. അപ്പോൾ അങ്ങനെ. പക്ഷെ എനിക്ക് ഒരുപാട് ഹാർട്ട് ബ്രേക്സ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈവൻ മാരേജ് ആണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതാ ഞാൻ പറഞ്ഞ ഒരു ഏരിയയിൽ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ ചിലപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംഭവിക്കുമായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടാവുമായിരിക്കും. ഇപ്പം ആസ് ഓഫ് നൗ, റൈറ്റ് ഹിയർ റൈറ്റ് നൗ, ഞാനത് എസ്കേപ്പ് ചെയ്യുന്നതാണോ എന്നറിയില്ല. പക്ഷേ ഞാനിപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പ്രണയം എനിക്കിഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രണയിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴും ഒക്കെ എനിക്കും തോന്നാറുണ്ട്. പക്ഷെ ഞാൻ അതിനിപ്പോഴും റെഡിയാണോ എന്നറിയില്ല. എൻ്റെ ഹൃദയം, ഞാൻ എപ്പോഴും പറയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ പൊട്ടി തകർന്നിട്ട് കുറേ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുള്ളൊരു ഹാർട്ടാണ്. ആ ഹാർട്ട് ഒന്ന് ഹീലാവണം. ഈ പറഞ്ഞ മാതിരി നമുക്ക് കിട്ടിയ പെയിൻ ചിലപ്പോൾ നമ്മൾ വേറൊരാൾക്കും പാസ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വന്ന് നമ്മളെ തന്നെ ഹോളായിട്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളൊരു തോന്നലിലേക്ക് വരും. അവിടെ നിന്നാണ് ലൈഫ് കംപ്ലീറ്റ്ലി മാറാൻ പോകുന്നത്. അപ്പം ഇപ്പം കുറച്ച് മാറിയ അവസ്ഥയാണ്. പ്രണയത്തിനോട് എനിക്ക് ഭയങ്കര പ്രണയമാണ്. പക്ഷേ അതിലേക്ക് അടുക്കാൻ ഇപ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. ഭയമാണ്, നല്ല ഭയമുണ്ട്. അതൊക്കെയാണ് ഹീലിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അത് മെല്ലെ മെല്ലനെ
ഹീലായി വരും. ഈ പറഞ്ഞ മാതിരി നമ്മൾ ഒരു പ്രതീക്ഷ വെച്ചോ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ മാനദണ്ഡങ്ങളെല്ലാം ഞാൻ എടുത്തു മാറ്റി. അങ്ങനെയില്ല, അങ്ങനെ ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഇല്ല, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ തുറന്ന് പറയാൻ ചില ആളുകൾക്ക് പ്രണയം ഉണ്ടാകാം അല്ലേ? ഇപ്പം എനിക്ക് ചിലപ്പോൾ പ്രണയം ഉണ്ടാകും, ഷൈനു ചിലപ്പോൾ. നിങ്ങൾക്ക് പരിചയമുള്ള ആരടുത്തും എനിക്ക് പ്രണയം ഉണ്ടാവില്ല. ഞാൻ പേര് പറയാനല്ല പറഞ്ഞത്, നമുക്ക് തുറന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അങ്ങനെ മനസ്സിലിട്ട് വേദനിച്ചിട്ടുണ്ടോ? അതിപ്പോഴും വേദനിക്കുന്നുണ്ട്. അതാ പറഞ്ഞ, പ്രണയത്തിനോട് എനിക്ക് ഇപ്പോഴും വേദനിക്കുന്നുണ്ട്, പറയാൻ പറ്റാതെ. പറയാറില്ല, എന്തിനാ പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് നടക്കുവാണ്. അതെ, ഞാനൊരു ഡ്രീമർ ആയതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇതാണ്. എനിക്കിഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ ഡ്രീം ചെയ്യും, അത്രേ ഉള്ളൂ. അവരടുത്ത് പറഞ്ഞ് അത് കൊളാക്കി നിലം പരിശാക്കാനുള്ള പിന്നെയും പൊട്ടിക്കരയാൻ പറ്റില്ല. പിന്നെയും പൊട്ടിക്കരയാൻ പറ്റില്ല. പൊട്ടിക്കരയിലൊക്കെ എപ്പോഴും അതൊക്കെ വേണം ലൈഫിൽ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേ ആൾക്കാരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻസ് നടക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ മാനസികമായിട്ടുള്ള എല്ലാ ഇമോഷൻസിനെ കൂട്ടി നമ്മൾ ഏറ്റവും വലിയ ഇറക്കമുണ്ടല്ലോ, കടലുണ്ടെങ്കിൽ തിരമാലയുണ്ട്. ഉറപ്പായിട്ടും ടൈറ്റ്സ് പോലെ തന്നെ, സീസൺസ് പോലെയാണ്, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും. പക്ഷെ എന്തായാലും ഉള്ളിൽ ഒരു പെയിനുണ്ട്. ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവും ഒരു പെയിൻ വെച്ച് തന്നെയാണ് സംസാരം. പക്ഷെ നമ്മൾ ഹാപ്പിയാണ്. ഹാപ്പിയാണെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും ഹാപ്പിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പീസ്ഫുള്ളാണ്. ഏത് തിരമാല വന്നാലും ആ തിരമാല പോയി കഴിയുമ്പം ഒരു മീഡിയം പോയിന്റിലിരിക്കും. എന്ത് ദുഃഖം ഉണ്ടെങ്കിലും എന്ത് മോളെ കണ്ടു കഴിയുമ്പോൾ ആ ദുഃഖം മറക്കാൻ പറ്റുമോ? അത് സത്യമായിട്ടോ, അത് ഭയങ്കര ട്രൂ. കാരണം ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ പോയി 1 മാസമൊക്കെ നിന്ന് ഒരു 10-5 ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്തെങ്കിലും വിഷമഘട്ടം വരുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ വിചാരിക്കും, ആ ബെഡിൽ ഞാനും എൻ്റെ മോളും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ എന്ത് സുഖമാണ്. ഞാൻ ആ ഒരു ഇതിലേക്ക് ആലോചിക്കുമ്പം എൻ്റെ മനസ്സ് കുറച്ച് ഒന്ന് കാം ഡൗൺ ആവും. ഓക്കെ, അവളവിടെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പം അവളായിട്ടൊരു നല്ലൊരു ബോണ്ടിങ് ആക്ച്വലി മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതുകൊണ്ട് പിന്നെ സെന എൻ്റെ നല്ലൊരു ഫ്രണ്ടുമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം, എൻ്റെ പ്രണയ കാര്യങ്ങളും അവൾക്കറിയാം. അതുകൊണ്ട് ഞാനതങ്ങനെ മറച്ചു വെക്കാറൊന്നുമില്ല അവളുടെ അടുത്ത്. പക്ഷെ ഇപ്പം തൽക്കാലം പ്രണയമൊന്നുമില്ല, ഇപ്പം നല്ല സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട് വണ്ടി. അങ്ങനെ തന്നെ പോകാനാണ് ആഗ്രഹം. എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ആക്ച്വലി നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മളൊന്ന് ആലോചിച്ച് ആഗ്രഹിച്ച് നമ്മളങ്ങനെ ഒന്നും ബിൽഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെയാണ് നമുക്ക് കൂടുതൽ പ്രയാസം വരിക. നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് കിട്ടാണ്ട് വരുമ്പോൾ മോള് പറയാറുണ്ടോ അമ്മയുടെ അടുത്ത്, അമ്മ ഇങ്ങനെയാണ്, ഈ യാത്ര ഇങ്ങനെയാണ്, ഈ പ്രണയം ഇങ്ങനെയാണ്, അമ്മയുടെ പ്രണയത്തിൽ ഇങ്ങനെയാണ്, അങ്ങനെ മോള് പറയാറുണ്ടോ? പിന്നെ അവളാണ് എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്ക്. അവളെപ്പോഴും പറയാറുണ്ട്, എൻ്റെ അമ്മ ഒന്ന് മതിയാക്കുമോ. ലൈക്ക് അവൾ കണ്ടിട്ടുണ്ട് എൻ്റെ ഭയങ്കര മോശം അവസ്ഥകളിലൊക്കെ ഞാൻ ഗോ ത്രൂ ചെയ്യുന്നതൊക്കെ അവൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഷീ ഹസ് സീൻ എ ലോട്ട്. അപ്പം ചിലപ്പോൾ ഞാൻ വിചാരിക്കും അവൾ പെട്ടെന്ന് മെച്ചുവേർഡായത് ചിലപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടും അനുഭവിച്ചിട്ടും വന്നതുകൊണ്ടായിരിക്കും. സാഹചര്യമാണ്. അപ്പം അവളുടെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കാം അത്. പക്ഷെ എനിക്കിപ്പോൾ ഏതായാലും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് അവളുടെ അടുത്ത്. അവൾ അറിയാണ്ട് ഒരു ഇല അനങ്ങൂല വീട്ടിൽ. എല്ലാം തുറന്നു പറയാനും എല്ലാം തുറന്നു പറയാന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതാണ് എപ്പോഴും നമ്മൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അമ്മയും മോളും തന്നെയാണല്ലോ, അതിന് മാറ്റമില്ല. പക്ഷെ എങ്കിലും നമുക്ക് പറയാനും നമ്മുടെ ദുഃഖങ്ങൾ അല്ല, അവിടെ ഏറ്റവും വലിയ വിജയം ഇപ്പൊ പറഞ്ഞ മോളില് നമ്മുടെ എല്ലാ വിജയപരാജയം കണ്ടാണ് മോള് വന്നത്. നമ്മുടെ ദുഃഖങ്ങൾ കണ്ടു, നമ്മുടെ സന്തോഷം കണ്ടു, അമ്മ കരയുന്നത് കണ്ടു, അമ്മ ചിരിക്കുന്നത് കണ്ടു, അല്ലെ? അപ്പം മോക്കെല്ലാം അറിയാം. ആ മോളിൽ നിന്ന് നമുക്ക് ഒത്തിരി പാഠമുണ്ട്, നമുക്ക് പഠിക്കാനും കഴിയുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ വിജയം ജീവിതത്തിൽ. എൻ്റെ അടുത്ത് എൻ്റെ മോള് ചോദിച്ചിട്ടുണ്ട്, ഇപ്പം എന്തിനാ ഇങ്ങനെ കാലെല്ലാം കാണിക്കുന്ന ഡ്രസ്സ് എന്തിനാ ഇട്ടത്? ഞാൻ പറഞ്ഞു, ജനമാ ബേസിക്കലി എൻ്റെ ഉള്ളിലൊരു എനിക്ക് ഭയങ്കര ഒരു റേജ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ദ ഹോൾ ഓഫ് ദ സൊസൈറ്റി ദേ ഹവ് ഓൺലി ആക്സെപ്റ്റഡ് പീപ്പിൾ ഹൂ ഇസ് ലൈക്ക് സ്ലിം ആയിട്ട് വെളുത്തിട്ട്. അങ്ങനത്തെ ഒരൊറ്റൊരു സ്റ്റീരിയോടൈപ്പ് മാത്രമേ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ കാണുന്നുള്ളൂ. കറുത്ത് തടിച്ച എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഐ വോണ്ട് ടു റെപ്രസെൻറ്റ് ദം, ലെറ്റ് മീ ബി ലൈക്ക് ഞാൻ. എന്നെ ആൾക്കാരും ഒക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതും നല്ലതാണ്, ഇതും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ. അതിൻ്റെ അകത്ത് വേറെ ഒന്നും കലർത്തേണ്ട ആവശ്യമില്ല. ഞാനത് ജനമൻ്റെ അടുത്ത് എപ്പോഴും കൃത്യമായിട്ട് പറയും. ഞാൻ അങ്ങനത്തെ ഏതെങ്കിലും കുറച്ച് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു പിക്ചറാണെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ജന ഓൺ പോസ്റ്റ് ദിസ്, ഓക്കെ? അപ്പോൾ ഒരു റിയലി വാണ്ട് ദിസ്, ഞാൻ പറഞ്ഞു യാ ഐ വാണ്ട് ദിസ്, ഓക്കെ. അപ്പം
we take it together. Whatever that is coming, it is getting shared. So it's fine. അല്ല മോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴും നമ്മളത് പിന്നീട് നമ്മൾ മോളിൽ ഒരു എന്താ ഒരു മനസ്സോടുകൂടി ആയിരിക്കും പറയുന്നത്. നമ്മളിത് പോസ്റ്റ് ചെയ്തോ എന്ന് പറയുമ്പോഴും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും മോള് വല്ലതും പറയുമോ വേണ്ടായിരുന്നു കേട്ടോ? ഇല്ല അത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കും. അല്ല എങ്കിലും ഞാൻ ഇടാൻ പോകുന്നതാണ് ഇത്, ഞാൻ ഇടാൻ പോവാട്ടാ, really want this, people will talk bad. ഞാൻ അത് കുഴപ്പമില്ല, സാരമില്ല, കുഴപ്പമില്ല, എന്തിനാണ്. ഞാൻ പണ്ടൊക്കെ ആലോചിക്കായിരുന്നു ആൾക്കാർ അയ്യോ എന്ത് വിചാരിക്കുന്നൊക്കെ. ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഇപ്പം ഞാനത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ മെൻറ്റൽ സ്റ്റേറ്റ് മാറ്റിയെടുത്തത്. ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള തല. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ്, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇട്ടിട്ട് എനിക്ക് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, അതിന് മാറ്റം അതാരും. തീർച്ചയായിട്ടും അതെ. പിന്നെ എനിക്ക് തോന്നാറുണ്ട് നമ്മളെ നാട്ടിൽ മാത്രമേ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇപ്പോഴും സംസാരം എന്നുള്ളൊരു സാധനം തന്നെ വരുന്നുള്ളൂ. ബാക്കിയുള്ള നാട്ടിൽ AI ഒക്കെ വേറെ ലെവലിലേക്ക് കയറിപ്പോകുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോഴും മറ്റേ അവളിട്ട പാവാടൻ്റെ ഡ്രസ്സിൻ്റെ ഇത് ഇറക്കം കുറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ ക്ലീവ് കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ജനതയാണ് നമ്മൾ. ഒരു മനുഷ്യനുള്ള സാധനം നമ്മൾ പ്രദർശിപ്പിക്കുന്നു, ഇല്ലാത്ത സാധനം നമ്മൾ പ്രദർശിപ്പിക്കുന്നില്ല. അത് അവർക്കുള്ളതും നമുക്കുള്ളതും ഒന്ന് തന്നെ. പ്രദർശിപ്പിക്കൽ എന്ന് ചിന്തിക്കുന്നവരില്ല ഇവിടെ. അവർ പറയുന്നത് നമ്മൾ ചെയ്ത് അവന്റെ ഒരു കാലം മന്തുണ്ടെങ്കിലും മറ്റവന്റെ മന്തിനെ കുറിച്ച് സംസാരിക്കുള്ളൂ. അതാണ് പ്രദർശനം എന്നുള്ള വാക്കല്ല, അവിടെ എക്സ്പ്രഷൻ ആണ്. ഓരോരുത്തരുടെ എക്സ്പ്രഷൻ ആണ്. ആയിരിക്കാം ചിലപ്പം ഇപ്പം ഒരു നോൺ ബൈനറി ആയിട്ട് ഒരാളായിരിക്കാം, ചിലപ്പം ഒരു പാൻസെക്ഷൽ ആയിട്ടുള്ള ആളായിരിക്കാം, ചിലപ്പം എങ്ങനെയുള്ള ഒരാളായിരിക്കാം. അവരുടെ എക്സ്പ്രഷനാണ്, അവരുടെ ബോഡിയാണ്, അവരുടെ എല്ലാം അവരുടേതാണ്. നമ്മളിങ്ങനെ പുറത്ത് നിന്നിട്ട് ജഡ്ജ്മെൻറ്റ് മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കും അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. ചുരിദാറിന് ഷോള് വരെ കറക്റ്റാക്കി ഇട്ടിട്ട് കോളേജിൽ ഇങ്ങനെ ഇടും, രണ്ട് ഭാഗത്തും ഇടണം. അതെ. എന്നിട്ട് ഗിറ്റാർ മേടിച്ച് തൂക്കിയിട്ടൊക്കെ പോയ ഒരാളാ. അപ്പം ഞാനങ്ങനെ എന്നെ ആൾക്കാർ പറഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ഒരു എന്താ പറയുക, ഓക്കെ ഇത് ഓക്കെ ആണ്, ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും എന്നുള്ളൊരു ഇൻസ്പിറേഷൻ ആയി മാറാന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. കാരണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും ഈ സൊസൈറ്റിയിലുണ്ട്. അപ്പം അവർക്ക് വേണ്ടുന്ന പ്രചോദനമായി മാറാന്നുള്ളത് ആക്ച്വലി എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അപ്പം നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളുടെ മാത്രമാണ്, നമ്മളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മാത്രമാണ്. ഭയങ്കര ഡിഫിക്കൽട്ട് അങ്ങനെ ഈ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് ഈസി അല്ല. പക്ഷേ ഈസി അല്ല, ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യവുമാണ്. അതെ, ഭാഗ്യമാണ്, വളരെ ഭയങ്കര ഭാഗ്യമാണ്. ആൻഡ് ഈസി റൂട്ട് ഞാൻ തേടാറില്ല. എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടില്ല, പക്ഷെ നല്ല അവിടെ വിജയമുള്ളൂ, സീനിക് ബ്യൂട്ടിയൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ലൈഫാണ് ഇഷ്ടം. അല്ല അവിടെയാണ് നമ്മുടെ അങ്ങനത്തെ ഒരു യാത്രയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് സുഖമുള്ളത്. ഞാൻ അതാ നേരത്തെ പറയാം, പൊരുതി കിട്ടുന്നതിനാണ് എപ്പോഴും ഒരു സുഖമുള്ളൂ, അല്ല മാറി എന്ന് കിട്ടുന്ന ഒരു സുഖം ഉണ്ടാവില്ല. പൊരുതി കിട്ടുന്ന എന്തിനും നമുക്ക് ഇതാണ് എൻ്റെ ഒരു മെന്റാലിറ്റി. ഞാനിതൊരു വാർ ആൻഡ് ഫൈറ്റായിട്ട്, ഇത് എൻ്റെ അടുത്ത് തന്നെയുള്ള ഫൈറ്റാ. എൻ്റെ ഉള്ളിലുള്ള ഉള്ളിലുള്ള മതിലുകളെയും തകർത്തെറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. അല്ല അതാണ് പറയുന്നത്, നമുക്ക് ഉണ്ടായ അനുഭവത്തിൽ നമ്മൾ പൊരുതുവാണ്. ആ പൊരുതി കിട്ടുമ്പോൾ ഒരു സുഖമുള്ളൂ. അല്ല മറ്റൊരാൾ പറഞ്ഞു കേട്ട് നമ്മൾ പൊരുതിയിട്ടൊരു കാര്യമില്ല. എനിക്ക് സ്വയം അനുഭവമുണ്ട്, എനിക്കും ജീവിതത്തിലൊത്ത അനുഭവം ഉണ്ടെന്നേ. ഞാനിപ്പം ദൈവാനുകൂടി ഇവിടം വരെ എത്തിയിട്ട് എൻ്റെ പൊരുതാണ്. എന്നെ മാറ്റി നിർത്തപ്പെട്ടവരോട് ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണ്, എന്നെ തള്ളിപ്പറയോട് ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോഴേ നമുക്കൊരു വാശി ജീവിതത്തിലുള്ളൂ. അതാണ് വാശി എന്ന് പറയുന്നതും ആ പൊരുതി കിട്ടുന്ന സുഖമെന്ന് ഞാൻ പറയുന്നത്. ആ സുഖമാണ് ഞാനും സൈനും ഒക്കെ അനുഭവിക്കുന്നത്. അത് തന്നെയാണ്. അങ്ങനെ തന്നെ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? എനിക്ക് എന്നെ മാറ്റി നിർത്തിയ ആൾക്കാരോടല്ല, ആ ആക്ഷനോടും ആ സിസ്റ്റത്തിന് അഗേൻസ്റ്റാണ് ഞാൻ മത്സരിക്കുന്നത്. അതിന് അഗേൻസ്റ്റാണ് ഞാൻ ചലഞ്ചായിട്ട് ഞാൻ മുന്നിൽ നിൽക്കുന്നത്. ആ സിസ്റ്റം മാറണം. എനിക്കൊരാളുടെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് എനിക്ക് ഇന്നൊരാളോട് ദേഷ്യമുണ്ട്, അയാൾ എന്നെ അങ്ങനെ പറഞ്ഞു, ആ ഒരു സാധനം ഇല്ല. ആ സാധനം മാറി. അയാൾ ചെയ്ത ആക്ഷൻ തെറ്റാണ്, അവർ ചെയ്യുന്ന ആക്ഷൻ തെറ്റാണ്. ആ ആക്ഷനെയാണ് നമ്മൾ ആക്ച്വലി വാളെടുക്കേണ്ടത്. അതിന് നമ്മൾ ഫൈറ്റ് അതിനു വേണ്ടിയാണ്. അതിന് വേണ്ടിയാണ്. അത് ഒരു മാറ്റവും ഇല്ലോ നമുക്കറിയാം, പക്ഷെ അതിനെതിരാണ്. അത് തന്നെയാണ് കറക്റ്റ്. ആ ആക്ഷനെതിരാണ് അവർ ചെയ്യുന്ന അവരുടെ ഇത്. അത് മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് അഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം. പിന്നെ വേറൊരു കേസായാലും എന്തോരം പഠിച്ചാലും ആളുകൾ മനസ്സിലാക്കില്ല. എന്തോരം ദുരിതത്തിൽ പോയാലും കോവിഡ് വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചു, പ്രളയം വന്നപ്പോൾ വീണ്ടും ഇത് തന്നെയാണ്. ആളുകൾ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അത് ചില ആളുകൾക്കാണ് കേട്ടോ, അവരുടെ വ്യൂ ആണ്, അവരുടെ കാഴ്ചയാണ് തെറ്റുകൾ. അവരുടെ കാഴ്ചപ്പാടുകൾ അന്നും ഇന്നും ഒരേപോലെ പോകുന്നു. പക്ഷേ അവരെന്തും ജീവിതത്തിൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്നവരും അല്ല കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് വരുന്ന ആളാട്ടോ. രക്ഷപ്പെടാൻ അവരുടെ കാഴ്ചപ്പാട് അത് തന്നെയുള്ളൂ.
അത് മാറ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ജനറൽ പേഴ്സ്പെക്റ്റീവിൽ കാണുന്നതോ സൊസൈറ്റി ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനെക്കാട്ടിയും മാറ്റം വരുന്നത് ഓരോരുത്തരോട് ചിന്തിക്കുമ്പോഴല്ല അത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ വേണ്ടിയിട്ട് പല പല എക്സ്പീരിയൻസസും ആവശ്യമാണ്. ഇപ്പം ഒരാൾ ഇന്ന കുടുംബത്തിൽ ജനിച്ച് അയാൾ ഇങ്ങനെ ഒരാളായി മാറി തീർന്നതിൽ അയാൾക്ക് യാതൊരു തെറ്റുമില്ല. പക്ഷെ അവിടെ സ്റ്റേ ഓൺ ചെയ്ത് അതിൽ തന്നെ ഞാൻ ഇങ്ങനെയാണ് മാറില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ ചെറിയൊരു പ്രശ്നം വരുന്നത്. കാരണം പഠിച്ച എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ശരിയായി കൊള്ളാം, ഒരിക്കലും ആവില്ല. അതിനെ ബ്രേക്ക് ചെയ്യുക, അത് അൺലേൺ ചെയ്ത് പല പല പുതിയ പുതിയ കാര്യങ്ങൾ ഗ്രോ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവനവൻ്റെ ഏറ്റവും ബെസ്റ്റ് സെൽഫിലേക്കുള്ള യാത്രയാണ് ആക്ച്വലി ലൈഫ് എന്ന് പറയുന്നത് എന്നാണ്. അതെ അതെ, കൃത്യമാണ്. കണ്ടുപഠിക്കുക, കേട്ട് പഠിക്കുക, രണ്ടും രണ്ട്. കണ്ടുപഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ. കേട്ട് പഠിച്ചാൽ അറിവ് കുറവായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ എന്തൊരു സുഖമായിരിക്കും. നമ്മൾ ചേർന്ന് നിന്നാൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. നമ്മൾ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ആ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷവും സുഖം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സമൂഹം കുറേ ആളുകളുണ്ട്. ആ സമൂഹത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെല്ലാം മറക്കാൻ ശ്രമിക്കാൻ പറ്റും. അങ്ങനെയുള്ള യാത്രയിലാണ് സൈനു ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. പ്രണയം കിട്ടുന്ന ആൾ, പ്രണയം എന്ന് പറഞ്ഞ ജീവിതത്തിലൊരു ഭാഗമാണ്. അതാരെ പ്രണയിച്ചാലും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. തുടർന്നുകൊണ്ടേയിരിക്കുക സൈനു. പ്രണയത്തിൻ്റെ കോൺസെപ്റ്റ് ആക്ച്വലി മാറി. പ്രണയം ഒരാളടുത്ത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനോട് തോന്നുന്നതിനെക്കാട്ടിയും പ്രണയം ഓൾറെഡി ഉള്ളിലുണ്ട്. അതെല്ലാവർക്കും നമ്മൾ എന്താ പറയുക, നമുക്ക് നിബന്ധനകളില്ലാതെ നമുക്ക് ഫ്ലോ ചെയ്യാൻ വേണ്ടി അനുവദിക്കുക എന്നുള്ളതാണ്. എനിക്ക് എന്നോട് തന്നെ ആദ്യം പ്രണയം വരണം. ഞാൻ ആദ്യം എന്നെ പ്രേമിക്കണം. എന്നാലേ നമുക്ക് മറ്റുള്ളവരുടെ അത് ഫീൽ ചെയ്യുള്ളൂ. അൺകണ്ടീഷണൽ ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒരാളുടെ ലുക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ അയാളുടെ ഇത് കണ്ടിട്ടോ അങ്ങനത്തതല്ല. അപ്പം ഞാനത് എക്സ്റ്റേണൽ ആണെന്ന് ഇപ്പം വിശ്വസിക്കുന്നില്ല. അത് ഇറ്റ്സ് ഇൻസൈഡ് അസ് ആൻഡ് ഇറ്റ് ഫ്ലോസ്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട് യാത്ര. നമ്മൾ ഇത്രയും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല അല്ലേ? നമ്മൾ ഇത്ര ഇന്റർവ്യൂ എടുത്തു, പക്ഷെ ഇങ്ങനെ മനസ്സ് തുറന്നില്ല. ഇല്ല, ഭയങ്കര കുറവാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. നമ്മള് മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയില്ല നിങ്ങൾ എന്തോ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ വാളെടുത്തത്. എന്താ ചോദ്യം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അന്ന് ഞാൻ ഭയങ്കര ട്രിഗേർഡായിട്ട് സംസാരിച്ചു. അതെ അതെ അതെ. പിന്നെ നമ്മൾ കുറെ ഇങ്ങനെ ഇരുന്നിട്ടുമുണ്ട്. അതെന്താ, നമ്മൾ ഇരിക്കുന്നതിൻ്റെ ആണ്, നമ്മൾ സംസാരിച്ച് വരുന്നതിൻ്റെ ആയിരിക്കാം. അപ്പോഴാണ് നമുക്കൊന്ന് മനസ്സ് തുറക്കാൻ പറ്റും. ചില നമ്മൾ എഴുതി വെച്ച് തയ്യാറാക്കി ഇന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വാശിയായി പോകും എനിക്ക്. അതെ, പിന്നെ അന്ന് അത്രയല്ലേ സമയം ഉണ്ടായിട്ടുള്ളൂ. കുറെ ആൾക്കാർ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ ഒരു ജാതകത്തിന്റെ പ്രൊമോഷൻ ആയിരുന്നു. അതെ, പിന്നെ പിന്നെ ഉണ്ടായിരുന്നു നമ്മള് ഓണപരിപാടി നികേഷ് കുക്കറി ഷോ ആയിരുന്നു ഏറ്റവും നമുക്ക് മറക്കാൻ. ഇതൊരു ഓണത്തിലൂടെ പോകുന്നുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ആ ഷോ. അന്ന് ഞാനല്ലേ പിന്നെ നികേഷ് സാറിനൊക്കെ നമ്മൾ തകർത്ത്, ധർമ്മജനൊക്കെ തകർത്ത്, നമ്മളൊക്കെ തകർത്ത്, എല്ലാവരും തകർത്തിട്ട് നമ്മൾ വിൻ ചെയ്തു. അതൊക്കെ ഒരു രസകരമായ ഒരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ എത്രയോ ഭാഗം ന്യൂസ് വായിക്കാൻ വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്. നിങ്ങളെ പണ്ടേ എനിക്ക് ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിട്ടുള്ള സമയത്ത് തന്നെ നിങ്ങൾ തന്നെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് എത്ര വയസ്സെടുന്ന പറഞ്ഞു തന്നെ ഇപ്പൊ അത് ഞാൻ പറയൂല, ഗൂഗിൾ ചെയ്താ കിട്ടും. കിട്ടിക്കണ്ടേ, എനിക്ക് വയസ്സ് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. എന്റെ ചെറുപ്പത്തിലേക്ക് നിങ്ങളുടെ ഏജ് ആണല്ലേ ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല. അല്ല, നമ്മളൊക്കെ ഒരേ പ്രായമല്ലേ. അതെ, പ്രായത്തിലൊന്നും ഒരു കാര്യമില്ല. മനസ്സ് നന്നായിരിക്കും, ഒരു പ്രായം വരില്ല. അതെ, സത്യം. നമുക്കാനെ ലാലേട്ടനെ കണ്ടുപിടിച്ചാൽ ഉള്ളൂ. പിന്നെന്താ, അവർക്കെന്ത് പ്രായം? ഇപ്പോഴും നമ്മുടെ മനസ്സ് ശുദ്ധിയാണോ ഒരു പ്രായം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളാരെങ്കിലും പ്രവൃത്തി കൊണ്ട് ഉപദ്രവിക്കാൻ വന്നാലോ ഒന്ന് ക്ഷമിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക. ആൻഡ് ഏജസ് ജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിക്ക് ഇത്രയും പ്രായമാണെങ്കിൽ ചിലപ്പോൾ ചിലരുടെ മനസ്സിന് അത്രയും പ്രായമായിട്ടുണ്ടാവും. ഉണ്ടാവും. അങ്ങനെ എത്രയോ പേരുണ്ട്. പിന്നെ യങ് ആയിട്ടുള്ള ആൾക്കാരാണ് ചിലപ്പോൾ 10-60 വയസ്സുള്ള മൈൻഡ് സെറ്റോട് ഉള്ള ഏജ് അതിനെപ്പറ്റി ആലോചിച്ച് ബേജാറാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അങ്ങനെ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. എനിക്കങ്ങനെ ബേജാറില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടിയൊക്കെ പ്രായം പിന്നെ ഞാൻ മറ്റേ പോരാളിയായിട്ട് മാറും എന്നുള്ളൊരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ല, അങ്ങനെയാണ് നമ്മൾ. അത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് അതിലേക്ക് നമ്മൾ വർക്ക് ചെയ്തെടുത്തേക്കാണ്. നമ്മൾ ഒരേ വർഷങ്ങൾ വയസ്സ് കൂടുമെന്ന് നമ്മൾ ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകും. നമുക്ക് അത്രയും എക്സ്പീരിയൻസസ് കൂടും, നമുക്ക് അത്രയും നോളജ് കൂടും, വിസ്ഡം കൂടും. എനിക്ക് 55 വയസ്സായി. എനിക്ക് വയസ്സ് പറഞ്ഞ മടിയുള്ള ആളല്ല. എന്റെ എക്സ്പീരിയൻസും കുറച്ച് വലുതാണല്ലോ. പിന്നെ അല്ലാണ്ട് അപ്പൊ അത് നമ്മൾ എത്ര വർഷമായി കാണുന്നത് പറഞ്ഞല്ലേ. നിങ്ങൾ എത്ര എത്ര ഈ എവല്യൂഷൻ നിങ്ങൾ എത്ര കണ്ടിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഇങ്ങനെയല്ലോ ഞാൻ ആദ്യം വന്നിട്ട് നിങ്ങളോട് തിരുന്ന് സംസാരിച്ച സാധനം. അല്ല, ഒത്തിരി മാറ്റമുണ്ട്. അല്ല, അത് നമുക്ക് അറിയാവുന്നവരാകുമ്പോഴേ നടക്കുള്ളൂ. ഇപ്പൊ വേറെ ആൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നടക്കണമെന്നില്ല, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കണമെന്നില്ല. നമ്മൾ ഒരു ചോദ്യോത്തരമായിട്ട് പോയിട്ടില്ല, നമ്മൾ സംസാരിച്ച് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാനും തോന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മളിവിടെ ഒന്നിട്ട് നോക്കി
ചിലതൊക്കെ കൊളുത്തി, അതൊന്നും കൊളുത്തിയില്ല. പക്ഷെ എല്ലാം തുറന്നു പറയുകയും ചെയ്തു. അല്ല പക്ഷെ എന്താ അറിയോ, അത് നിങ്ങളായിരിക്കും ഇങ്ങനെ ചോദിക്കുക ഈ സാധനം തിങ്കിങ്. എനിക്ക് അങ്ങനെ ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല. ഞാൻ എന്താണോ എനിക്ക് തോന്നിയത്. അല്ല തീർച്ചയായും ഉള്ളത് തന്നെ പറഞ്ഞു. പക്ഷെ സൈനുവിനെ കിട്ടി ഇത്രയും സമയം പാട്ട് പാടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് കൊന്നു കളയും. പക്ഷെ നമ്മളിപ്പോൾ എടുക്കുന്ന പാട്ട് ഇടയ്ക്ക് കയറ്റി ഫിക്സ് ചെയ്തെങ്കിലും നമ്മൾ കാണിക്കും. അപ്പോൾ നമുക്ക് ആയുധങ്ങളൊക്കെ ഒന്ന് കൊടുത്തിട്ട് എനിക്ക് ആ പാടിയ പാട്ട് എനിക്കും ഭയങ്കര ഫീലുള്ള പാട്ടാണ് വേറെ. ആ റിയാലിറ്റി ഷോ അതൊന്നും എനിക്ക് സെമ്പൂവേ, എനിക്ക് അതിന്റെ വേർഡ്സ് അറിയില്ല. പക്ഷെ ആ ഒരു സാധനം എനിക്ക് വേണം കേട്ടോ. അത് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എൻ പൂവേ പൂവേ രാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ ആവേ ഉണ്ണിക്കണ്ണായി നിന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. ഓ എൻ പൂവേ പൂവേ രാരം പൂവേ കനവും നീ നിനവും നീ രാരം. ലാസ്റ്റ് തെറ്റിച്ച്. വല്ലാത്തൊരു പാട്ടാണ്. അതിനടുത്ത് നമ്മൾ പറഞ്ഞത് ഇപ്പം അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ ഒന്ന് മാറ്റി പാടണം അല്ലേ സ്റ്റേജിൽ. അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ട് ആദ്യം മാറ്റിയൊരു പാട്ട് ഏതായിരുന്നു സ്റ്റേജിൽ? തായ യശോദ പാടിയത് ആക്ച്വലി ഡാഡി പറഞ്ഞതിന് ശേഷം. തായ യശോദ മോർണിംഗ് രാഗിലൊരു സോങ് ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി എല്ലാം ആ ടൈമിൽ ചെയ്യും, പിന്നെയും തിരിച്ചിട്ട് ഞാൻ പിന്നെയും മാറിപ്പോവും. പക്ഷെ ഡാഡി എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. ഡാഡീൻ്റെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഡാഡി ഒരു 2 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു. കാലിൻ്റെ ലൈക്ക് മുട്ടിൻ്റെ താഴെ ആക്ച്വലി ഇത് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പം ഇപ്പം എന്താ പറയാ, പ്രോസ്തറ്റിക്കിലേക്ക് വെച്ചിട്ടാണ് ഡാഡി നടക്കുന്നത്. അപ്പോൾ ഡാഡി ഒക്കെ ഭയങ്കര ഫൈറ്റേഴ്സാണ്, വാറിയേഴ്സ് ഇൻ ലൈഫാണ്. ഡാഡി ആണെങ്കിലും ഡാഡി ആണെങ്കിലും അത് മമ്മി ആണെങ്കിലും അത്. മമ്മി റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മമ്മി LLBക്ക് ജോയിൻ ചെയ്തു. എന്നിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് മമ്മി LLB പഠിച്ചു. ഇപ്പൊ ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യാം. രണ്ടാമത്തെ കരിയർ. അപ്പൊ ഇങ്ങനത്തെ 2 ആൾക്കാരുടെ മോളാണ് ഞാൻ. അപ്പൊ പിന്നെ എന്തായാലും ഒരു തീ ഉണ്ടാവും. 100%. ആ തീയോടുകൂടി നല്ലൊരു തീപ്പാട്ടൊക്കെ പറ്റാം, ഫയറും പറ്റാം. ഒരു ഇംഗ്ലീഷ് പാട്ട് പാടാം. 1 2 3 4. I walk a lonely road, the only one that I have ever known. Don't know where it goes, but it's home to me, and I walk alone. I walk this empty street on the boulevard of broken dreams, where the city sleeps, and I'll be walking alone, and I'll walk alone. My shadow's only one that walks beside me. My shallow heart's the only thing that's beating. Sometimes I wish someone out there would find me. Till then I walk alone. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാട്ട്. അത് ആദ്യം തെറ്റിയപ്പോൾ നമുക്കൊന്നും മനസ്സിലാണല്ലോ, പക്ഷെ ഇവിടെ മൊത്തം മനസ്സിലാവണ്ടല്ലോ. ഇവിടെ ചിരി തുടങ്ങി. അയ്യോ എന്നാ കയ്യിൽ നിന്ന് പോയി, എന്നാലും പൊക്കോട്ടെ അല്ലേ? അതാണ് മാനേജർ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇനിയുള്ളൊരു യാത്ര, ഇനിയിപ്പോൾ കുറേ വർക്കുകളിലേക്കായിട്ടുള്ള ഇനി പോകുന്നത്, സ്വന്തമായിട്ട് ഇനി അടുത്ത സ്വന്തമായിട്ട് പ്രൊജക്റ്റുകൾ ഉണ്ടാവുമല്ലോ. സ്വന്തമായിട്ടുള്ള പ്രൊജക്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ഒരു ആൽബം എൻ്റെതായിട്ടുള്ള കോമ്പോസിഷനിൽ ഇറക്കുന്ന അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു ഭാഗ്യത്തിൽ. അത് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പം 2 കവർ സോങ്സ് ഇപ്പം റിലീസ് ചെയ്യുന്നുണ്ട്. ഒന്ന് അതിരു കാക്കും എന്ന് പറഞ്ഞ നമ്മളെ കവാലം സാറിന്റെ ഒരു അതിരു കാക്കുമിന്റെ ഒരു അതിരു കാക്കും മലയുന്നു തൊടുത്തേ, അതിന്റെ ഒരു കവർ വേർഷൻ എൻ്റെ ഒരു പുതിയ ബാൻഡുമായിട്ട് ചേർന്നിട്ട്
അപ്പം അങ്ങനെ ഐ എം കമ്മിങ് ഔട്ട് ഓഫ് മൈ ഹെർമിറ്റ് മോഡ്. അപ്പോൾ നമ്മൾ ബാൻഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ റൈറ്റ്സിൻ്റെ കാര്യം എങ്ങനെയാണ് വരിക? റൈറ്റ്സ് ആക്ച്വലി ഞാൻ ശ്രീയേട്ടനെ ഞാൻ വിളിച്ച് ചോദിച്ചു. ഇത് എൻ്റെതായിട്ടുള്ള തന്നെ യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീയേട്ടനടുത്ത് ഓൾറെഡി ചോദിച്ചപ്പോൾ അത് അങ്ങനെ എടുത്തോളാൻ പറഞ്ഞില്ല. ഇത് ഇപ്പം ഏറ്റവും വലിയ നിങ്ങളൊക്കെ നേരിടുന്നു അത് തന്നെയാണല്ലോ ഈ റൈറ്റ്സിൻ്റെ ഒരു വിഷയം. ഇപ്പോൾ സ്റ്റേജ് ഷോകളാണെങ്കിൽ തന്നെ കുറയുന്നു അതിനാണ് ഏറ്റവും വിഷയം. അത് അങ്ങനെ കുറേ കോർപ്പറേറ്റ് ഷോസ് ഒക്കെ ഒരുപാട് ആക്ച്വലി ഇപ്പോൾ പോയിട്ടുണ്ട്. പല പല ആർട്ടിസ്റ്റുകൾക്കും സത്യം പറഞ്ഞാൽ ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ റൈറ്റ്സിൻ്റെ സീൻസ് വരുന്ന സമയത്ത്. ഈ സോങ് ആണ് നമുക്ക് ഏറ്റവും വലിയ ബാധ്യതയാവുന്നത്. ഇപ്പോൾ ഡാൻസിനാണെങ്കിൽ സോങ്ങിൻ്റെ റൈറ്റ്സ്, പക്ഷെ ഒരു മലയാളികളുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ റൈറ്റ്സിന് പ്രശ്നം. പക്ഷേ വലിയ സ്ഥാപനം ഇപ്പോൾ ഭയങ്കര റൈറ്റ്സാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഷോകൾ വരെ മുടങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഷോ നടത്താം, പക്ഷെ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അത് നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ഒത്തിരി ബുദ്ധിമുട്ടാവുന്നില്ലേ? അതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഇസ്ര പോലത്തുള്ള സംഘടനയിൽ ഞാനൊരു പാർട്ടാണ്, ഞാനൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം നമ്മൾ ഇപ്പോൾ സോങ്സ് പ്ലേ ചെയ്യുന്നതിൻ്റെ ഒരു റോയൽറ്റിയുടെ ഒരു ചെറിയൊരു വിഹിതം, ഭയങ്കര വലിയ വിഹിതം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ചെറിയൊരു വിഹിതം കിട്ടുന്നുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും സംസാരിക്കപ്പെടേണ്ടതും ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എങ്ങനെയുള്ള ഇപ്പം കോർപ്പറേറ്റ് പോലത്തെ വലിയ വലിയ കമ്പനികളിൽ നിന്ന് എടുക്കുന്നത് മാതിരി ഇപ്പം ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്നും പോലും അത് ഈടാക്കുന്നത് ആക്ച്വലി അത് പെർഫോമേഴ്സിനെ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം പാട്ട് പോലും നമുക്ക് പാടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അതെ, തീർച്ചയായിട്ടും അതെ ആണ്. അതെ, അതങ്ങനെയാണ്. നമ്മുടെ അടുത്ത് ഓൾറെഡി എഴുതി മേടിക്കുമല്ലോ, നമുക്ക് അതിൻ്റെ അകത്ത് റൈറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് എഴുതി മേടിക്കാറുണ്ട്. അതിപ്പോൾ ഈവൻ സിംഗിങ്ങിനാണെങ്കിൽ പോലും മേടിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ നമുക്കൊരു മനോഹരമായ ഒരു തമിഴ്, നമുക്ക് സുന്ദരൊക്കെ തമിഴിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അറിയുന്നല്ലോ. ஒன்றா ரெண்டாசைகள் எல்லாம் சொல்லவே ஒரு நாள் போதுமா? அந்த இரவை கேட்கலாம் விழியில் தாண்டியும் இரவை நீளுமா? என் கனவெல்லா நான் கண்டா நாளிதுதான் கலாபக்காதலா பார்வைகளால பல கதைகள் பேசிடலாம் கலாபக்காதலா. ஒன்றா ரெண்டாசைகள் எல்லாம் சொல்லவே ஒரு நாள் போதுமா? அந்த இரவை கேட்கலாம் இரவை நீளுமா? ഒരു തമിഴനാ ആണോ? ശരി. മലയാളം ശരിക്കും അറിയാം, പക്ഷെ തമിഴ് നമ്മളിങ്ങനെ തമിഴ് ഞാൻ കുറെ പാടിയിട്ടുണ്ട്. ശിവാജിയിലൊക്കെ പാടിയിട്ടുണ്ട്. ലൈക്ക ലൈക്ക ആൻഡ് ഹണി ഹണി. ആണോ? ഓ മൈ ഗോഡ്, ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. പറഞ്ഞില്ലേ? അതൊന്ന് അത് കേൾക്കുന്ന വർഷം വേണ്ടായിരുന്നു. ഇല്ല, ട്രിപ്പറ്റിൽ അയ്യോ സോ സ്വീറ്റ്. ഹണി ഹണി, അതിരടി. രണ്ടുപേരേ ഉള്ളൂ. അതൊക്കെ ഞാൻ തന്നെയാ. ഈ അലൈക്ക അലൈക്ക പാടിയത് എപ്പം അറിയോ? ഞാൻ 9 months പ്രഗ്നന്റ് ആയിരുന്നു ആ സമയത്ത്. ഹാരിസിന്റെ അടുത്ത് പാടാൻ പോയതൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. 9th month സാറിന് അറിയില്ല ഞാൻ പ്രഗ്നന്റ് ആണ്. എന്നിട്ട് ട്രെയിനിൽ ഞാനും മമ്മി ഇരുന്ന് രാത്രി ആയപ്പോഴത്തേക്കും വാവ ഇങ്ങനെ കിടന്ന് ഉരുളാൻ തുടങ്ങി. ഞാൻ വെച്ച് ഇപ്പം ഞാൻ പ്രസവിക്കും ട്രെയിനിൽ നിന്ന്. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇരുന്നിട്ടൊക്കെ അവിടെ പോയത്.
സത്യം പറഞ്ഞാൽ ആലയൊക്കെ പണ്ട് ഞാൻ വിജയ് ഫാനാണ്. വിജയിലെ പാട്ട് പണ്ട് തൊട്ട് കേൾക്കാറുണ്ട്. ആ സമയം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ആകെയാണ് ഞാൻ ഫസ്റ്റ് കണ്ട പാട്ട്. ആണോ? തിയേറ്ററിൽ ഫസ്റ്റ് കണ്ടത് ആകെ. അപ്പൊ എനിക്ക് ഇപ്പൊ പാടിയ പാട്ടല്ലേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. ആണോ? ഞാൻ ആക്ച്വലി പറഞ്ഞോ. അപ്പോഴാണ് നിങ്ങളുടെ പേര് സെർച്ച് ചെയ്തപ്പോഴാണ് ഇത്രയും പാട്ട് പാടിയിട്ടുണ്ടെന്നുള്ളത് അറിയാം. പിന്നെ ഞാൻ അത് സ്ഥിരം കേൾക്കുന്ന പാട്ടാണ്. പിന്നെ അത് കുറച്ചും കൂടി ഇഷ്ടമായി. അച്ഛോ, എന്തോ ഒരു വിജയ്ക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ തമിഴ് മൂവിയിൽ പാടുന്നത്. മറ്റേ ഐസ് കട്ടി നെഞ്ചുക്കുൾ കൊതിക്കേറുന്നേ, അത് ഞാൻ പാടില്ല. ഞാൻ ആക്ച്വലി ഇവിടുന്ന് നേരെ അവിടെ പോയിട്ട് അങ്ങ് പ്രോപ്പഗാൻഡ കൊടുത്താൽ മതി. തമിഴിൽ ഒരുപാട് സോങ്സ് ഉണ്ട് പാടി. ഈ ഗൂഗിളിലും മറ്റേ സ്പോട്ടിഫൈയിലൊക്കെ സെലക്റ്റീവ് സോങ്സ് ആണ് കാണിക്കുന്നത്. അതാ അവിടെ ഇരുന്ന് പറഞ്ഞു. അവളാണ് അതൊക്കെ ചെയ്യേണ്ടത്. വിക്കിപീഡിയ ഒക്കെ അപ്ഡേറ്റ് ഒന്നുമില്ല, ആർക്കും അറിയില്ല. എന്റെ നല്ല വീഡിയോസ് പോലും ഇല്ല സത്യത്തിൽ. സ്പോട്ടിഫൈയിലെ ഒരു ആൽബം ഉണ്ടാവും, സോങ്സ് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എപ്പോഴും കേൾക്കാൻ. ഒരു ആർഡന്റ് ഫാനാ എന്റെ. അച്ഛോ, ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരുന്നതാ തമിഴ് പാട്ട് പാടും. ആണോ? സോ സ്വീറ്റ് കേട്ടോ. ഐ ആം സോ ഹാപ്പി. നിനക്ക് പാട്ട് വേണം ഇനി നിനക്ക് തമിഴ് പാട്ട് വേണം. ഇനി പാടിയ പാട്ടല്ലാതെ എനിക്കൊരു ഭയങ്കര മെലഡി ആയിട്ട് പ്രണയം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രണയം നടന്നുകൊണ്ടിരിക്കുക കല്യാണമാണ്. ഇപ്പൊ ഒന്ന് പാടിയില്ലേ? ഒണ്ടറാ രണ്ടാ ഏതെങ്കിലും ഒരു എനിക്ക് അങ്ങനെ ഒന്ന് തമിഴ് പാട്ട് ചെയ്താൽ. കണ്ണാളനെയോ? എടാ കള്ളാ. പക്ഷെ എനിക്കത് ഗിറ്റാർ വായിച്ചോണ്ട് പാടാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. എന്റെ പൊന്നെ, എന്റെ ജീവിതത്തിൽ ആദ്യം ഇങ്ങനത്തെ പാടുന്നത്. പക്ഷെ അല്ല, ഇപ്പോൾ ഒരാൾ ആവശ്യപ്പെടുവാണല്ലോ അല്ലേ, അവന് ഇഷ്ടമുള്ള സുന്ദറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അത് പാടിക്കൊടുക്കുക എന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ. ചോദിക്കുന്ന കിട്ടുന്ന ഒരു സന്തോഷം. ഈ പാട്ട് പാടിയപ്പോൾ തന്നെ എനിക്ക് ഈ പാട്ട് ഏറ്റവും ഫേമസ് ആക്കി മലയാളികളുടെ മനസ്സിലേക്ക് പല ആൾക്കാരെത്തിയും. ഒരു ബിഗ് ബോസ് സീസണിൽ മറ്റേ അദ്ദേഹത്തിന് പേരായിരുന്നു സോമസുന്ദരം. ആ ബിഗ് ബോസ് സീസണിൽ ഈ പാട്ട് പാടി ഭയങ്കരമായിട്ട് പ്രേക്ഷകരെ കരയിപ്പിച്ചൊരു പാട്ടായിരുന്നു. അദ്ദേഹം 2 പാട്ടാണെന്ന് പറഞ്ഞത്. ഇതും പാടു, പിന്നെ ഒരു തമിഴ് പാട്ട് എൻഎസ്എ പാടി വരും. ഞാൻ ഈ പാട്ട് റഹ്മാൻ സാറ് സ്റ്റേജിൽ നിന്നിട്ട് കോറസ് പാടിയിട്ടുണ്ട്. സോനിയ നേടിക്കും മാടിയ മാട്ടിക്കും രാത്രി അതൊക്കെ പാടും. ഞാൻ മെയിൻ പാട്ട് പാടാറില്ല, കാരണം അത് ഞാൻ ഇങ്ങനെ കേട്ടിരിക്കാൻ മാത്രം ഇഷ്ടമുള്ളതാ. ഞാൻ പാടി ഇഷ്ടമാണ് ഈ പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ്ങാണ്. പക്ഷെ ഞാൻ പാടാറില്ല, കേൾക്കാറ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ണടച്ച് ഇങ്ങനെ കേട്ടിരുന്നു കഴിഞ്ഞാൽ യാത്രയിലൊക്കെ കേൾക്കാൻ, വണ്ടിയിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. തമിഴ് അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട് അങ്ങനെ കേട്ടിരുന്നു. പക്ഷെ എന്തായാലും ഒത്തിരി സന്തോഷം സൈനു. ഇനിയും
ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഒരുപോലെ പിന്നിത്തിളങ്ങി നിൽക്കണം. നമുക്ക് ഇഷ്ടമുള്ളൊരു കലാകാരി, അതോടൊപ്പം നമ്മളൊക്കെ ഒരു സഹോദരിയായിട്ട് കാണുന്നു. നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇത്ര നേരം എത്ര മണിക്കൂർ നമ്മളിരുന്ന് നമുക്ക് പോലും അറിയില്ല അല്ലേ. ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യും നിങ്ങൾ? അതൊക്കെ ഞങ്ങൾ എഡിറ്റ് ചെയ്തു. എഡിറ്ററേ പുറകെ തന്നെ ഇപ്പോൾ ഉണ്ട്, എല്ലാവരും ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവൻ തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അവനെ തന്നെ ഭാരം ഏൽപ്പിച്ചേക്കാണ്. പക്ഷെ ഇവൻ തന്നെയല്ലേ ഇത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ എഡിറ്റ് ചെയ്ത് ഒപ്പിക്കണമല്ലോ. പക്ഷെ ഒത്തിരി സന്തോഷം. എന്തായാലും ഓരോ സിനിമകളും ഒന്നിനൊന്നിനും മികച്ചതാകണം. അത് എന്ത് മേഖലയിൽ, ആ സിനിമയിൽ ഏത് മേഖലയിൽ കൈവച്ചാലും അത് തെളിയിക്കുന്നു. അത് വിജയത്തിലേക്ക് എത്തുമ്പോൾ ഇരട്ടി മധുരമാണ് നമുക്ക്. അങ്ങനെ ഇരട്ടി മധുരത്തിൽ നിൽക്കുന്ന 2 സിനിമ. താങ്ക് യു. ആ 2 സിനിമയും ഒരേ കല്യാണി എന്ന് പറയുന്ന മലയാളിക്ക് ഇഷ്ടപ്പെട്ട ആ ഡയറക്ടറിൻ്റെ മോള്, ആ നടിയുടെ മോള് എന്ന് പറയുമ്പോൾ ആ കല്യാണി എത്രമാത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. ആ കല്യാണിയുടെ അഭിനയത്തിന് ജീവിതത്തിലേക്ക് ഒരു യാത്ര വഴിവെച്ച് കൊടുത്ത് ആ ശബ്ദത്തിലൂടെ മലയാളി പ്രേക്ഷകർ, ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുന്നതിൽ അഭിമാനിക്കാം. ആ മുഹൂർത്തത്തിൽ എനിക്ക് സൈനുവെ കിട്ടിയതിൽ ഞങ്ങളും ഞങ്ങളുടെ ടീമും അഭിമാനിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ Thank you very മച്ച്. much. താങ്ക് യു.